മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മളിവിടെ കൊടുത്തിട്ടുള്ള വീഡിയോ നിങ്ങളൊക്കെ തന്നെ കാണുന്നില്ലേ? ഇസ്രായേലിന്റെ മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് അമേരിക്കയിൽ എത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോയിൽ ഒരു സ്ത്രീ വലിയ രീതിയിൽ യോവ് ഗാലന്റിന് നേരെ ആക്രോശിക്കുന്നുണ്ട്. ആ സ്ത്രീ വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ്, അതായത് യോവ് ഗാലന്റ്, നിങ്ങൾ യുദ്ധ കുറ്റവാളിയാണ്. ICCയുടെ, അതായത് ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിയുടെ അറസ്റ്റ് വാറണ്ടുള്ള നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് അമേരിക്കയിലേക്ക് വന്നിട്ടുള്ളത്? അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ജിഹാദികള്, തീവ്ര ചിന്താഗതിക്കാര് നിരന്തരം വിളിച്ചു പറയുന്ന സകല വ്യാജ പ്രചരണങ്ങളും ഈ സ്ത്രീ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പലസ്തീനിൽ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അതൊക്കെ ചെയ്തത് യോവ് ഗാലന്റ് ആണ് എന്ന രീതിയിൽ വലിയ രീതിയിലാണ് ഈ ഒരു സ്ത്രീ ആക്രോശിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. ഈ ഒരു വീഡിയോ നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയയിലൂടെ വളരെ വ്യാപകമായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് മാധ്യമങ്ങളും ഈ വാർത്തയൊക്കെ എടുത്തിട്ട് വലിയ രീതിയിൽ സംഭവമാക്കിയിട്ട് സ്ത്രീക്ക് വേണ്ടിയിട്ട് വാദിച്ചുകൊണ്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരം മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള കമന്റ് ബോക്സുകൾ സ്വാഭാവികമാണ്. ആ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിലെ സകല ജിഹാദികളും തീവ്ര ചിന്താഗതിക്കാരും വലിയ ആവേശത്തിൽ പിന്തുണക്കും. അത്തരം കുറച്ച് കമന്റുകളും ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ആദ്യ കമന്റാണ് പെൺകുട്ടി എന്നൊക്കെ എഴുതിയിട്ട് തീ ചിഹ്നം, അതേപോലെ വേൾഡ് കുറ്റവാളി മറ്റൊരു കമന്റാണ്. ഒരുപാട് തീ ചിഹ്നങ്ങളുടെ കമന്റൊക്കെ ഇട്ട് ആ സ്ത്രീക്ക് വേണ്ടിയിട്ട് വലിയ വാദം തന്നെ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. മറ്റൊരു കമന്റാണ് യാ മോളെ മാസ്, മറ്റൊരു കമന്റാണ് സല്യൂട്ട് ദാറ്റ് ലേഡി. അതായത് ആ സ്ത്രീക്ക് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തിൽ വലിയ പിന്തുണ തന്നെയാണ് ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാരും ജിഹാദികളും നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ സുബോധമുള്ള സകല ആളുകളും വളരെ വ്യക്തമാക്കി തന്നെ മനസ്സിലാക്കിക്കോളൂ, അമേരിക്കയിൽ പോലും ജിഹാദികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇസ്രായേലിന്റെ ഒരു മുൻ പ്രതിരോധ മന്ത്രി അമേരിക്കയിൽ എത്തുമ്പോൾ അവിടെ തെരുവിൽ നിന്ന് ജിഹാദികൾ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ തന്നെ ഈ അമേരിക്കയിൽ പോലും ജിഹാദികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതൊക്കെ ഡൊണാൾഡ് ട്രംപിന്റെ കടന്നുവരവോടുകൂടിയിട്ട് ഇവർക്കൊക്കെ പാഠം പഠിക്കുമെന്നുള്ളതാണ് നമ്മളൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നതും. ഈ ഒരു വിഷയത്തിൽ, അതായത് ഈ ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിപ്പിച്ചു എന്നുള്ളത് ആഗോളതലത്തിൽ തന്നെ ജിഹാദികൾ പൊക്കിപ്പിടിക്കുന്ന ഒരു വിഷയമാണ്. ഈ ഒരു സ്ത്രീ വിളിച്ചു പറയുന്നു, അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലുള്ള ആളുകളും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരം ആളുകളോടൊക്കെ തന്നെ പറയാനുള്ളത്, സുബോധമുള്ള ആരും തന്നെ ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിയുടെ ഈ ഒരു അറസ്റ്റ് വാറന്റിന് പുല്ലുവില മാത്രമേ കൊടുക്കൂ. കാരണം എന്താ? അല്ല, ഹമാസ് എന്ന ഭീകര സംഘടന അല്ലായിരുന്നോ 1200-ലധികം ആളുകളെ ആദ്യം ഇസ്രായേലിലേക്ക് കടന്നു കയറിയിട്ട് കൊല ചെയ്തിട്ടുണ്ടായിരുന്നത്? കൊല മാത്രമാണോ? പീഡനം പോലും നടത്തിയിട്ടില്ലേ? അതും മരണപ്പെട്ട സ്ത്രീകളെ പോലും വെറുതെ വിടാതെ അത്തരം ഒരുപാട് ക്രൂരതകൾ ചെയ്ത ഹമാസിനെതിരെ എന്തുകൊണ്ടാ ഒരു 6 മാസം കൊണ്ടെങ്കിലും ഒരു രീതിയിലുള്ള ഒരു അറസ്റ്റ് വാറണ്ടും ഈ പറയുന്ന ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി നടത്താതിരുന്നത്? ഒക്കെ പോട്ടെ, ഇവര് ഈ പറയുന്ന ഹമാസിനെയും ജിഹാദികളെയും പ്രീണിപ്പിക്കാണ് ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമാക്കുന്ന ഒരു തെളിവ് കൂടിയുണ്ട്. അതായത് അതൊന്നുമല്ല ഞങ്ങള് എന്ന് തെളിയിക്കാൻ ഈ ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി എന്താ ചെയ്തിട്ടുള്ളത്? ഈ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെയും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിന് നേരെയും അറസ്റ്റ് വാറണ്ട് പ്രഖ്യാപിച്ചിട്ട് പകരം ചെയ്തിട്ടുള്ളത് ഹമാസിന്റെ ചത്തുപോയ 3 നേതാക്കന്മാർക്ക് നേരെ. അല്ല, നിലവിൽ ഖാലിദ് മിശ്അലില്ലേ, ഖത്തറിലോ തുർക്കിയിലോ ഈജിപ്തിലോ എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുന്ന മുൻ മേധാവിയായിരുന്ന ഖാലിദ് മിശ്അലിന് നേരെ എന്തുകൊണ്ടാ ഒരു അറസ്റ്റ് വാറണ്ടും ഈ പറയുന്ന ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി ചെയ്യാതിരുന്നത്? ഇത് കൃത്യമായിട്ട് ഞങ്ങൾ ആരുടെയും ഒപ്പമല്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഹമാസിന്റെ ചത്തുപോയ 3 ആളുടെ പേരിൽ അറസ്റ്റ് വാറണ്ട്. അതെന്ത് കോമഡിയാ? ചത്തുപോയവർക്ക് എന്ത് അറസ്റ്റ് വാറണ്ട്? അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ആ സുബോധമുള്ള സകല ആളുകളും കൃത്യമായിട്ട് ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി മുന്നോട്ട് വെച്ചത് പുച്ഛത്തോടെ നോക്കിക്കാണുന്നത്. മറ്റൊന്ന്, അമേരിക്ക ഇത് തീരെ അംഗീകരിക്കുന്നില്ല. 124 രാജ്യങ്ങൾ മാത്രമാണ് ഇതൊക്കെ അംഗീകരിക്കുന്നത്. നമ്മുടെ ഭാരതം ആ ഒരു വിഷയത്തിൽ
ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ കേരളത്തിലെ ജിഹാദികളും തീവ്ര ചിന്താഗതിക്കാരും ചാടി വീണിട്ട് പറയും, അല്ലെങ്കിലും അമേരിക്കയും നമ്മുടെ ഭാരതവും അങ്ങനെ തന്നെയാണല്ലോ, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് വരുന്നതിന് മുമ്പേ തന്നെ ഇത്തരം ജിഹാദികളോടൊക്കെ തന്നെ ചോദിക്കാനുള്ളത്, നമ്മുടെ കേരളത്തിലെ തീവ്ര ചിന്താഗതിക്കാര്, ജിഹാദികള്, സുഡുകള്, അതേപോലെ തന്നെ മൗദൂദികൾ, ഇത്തരം സകല തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളും പിന്തുണക്കുന്ന രാജ്യങ്ങളുടെ അവസ്ഥ എന്താ? ഇവർ പിന്തുണക്കുന്ന സിറിയ, ഇപ്പൊ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാന്, ഇറാന്, ഇത്തരം സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലും നിയമങ്ങളോ കോടതി സംവിധാനങ്ങളൊക്കെ ഉണ്ടോ? അതൊക്കെ അവിടെ ആരാണ് മത നേതൃത്വം കൊടുക്കുന്നത്? അവര് പറയുന്നത് പോലെയല്ലേ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? എന്തിനേറെ പറയുന്നു, ഗൾഫ് രാജ്യങ്ങളിൽ എന്തെങ്കിലും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടോ? ഒരാൾക്ക് ഏതെങ്കിലും തരത്തിലൊരു പ്രകടനം വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? അവിടുത്തെ ഭരണാധികാരികൾക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ട് ഒരു തെരുവിൽ പ്രകടനം നടത്താൻ സാധിക്കില്ല. അതായത് നമ്മുടെ കേരളത്തിലെ സകല തീവ്ര ചിന്താഗതിക്കാരും പിന്തുണക്കുന്ന ഒരു സ്ഥലങ്ങളിലും ഈ നിയമങ്ങളോ കോടതികളോ സംവിധാനങ്ങളോ നല്ല രീതിക്ക് പോകുന്നതാണോ? എന്തെങ്കിലും അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ജിഹാദികൾക്ക് പിന്നെ എന്ത് അമേരിക്ക ഇത് അറസ്റ്റ് ചെയ്യുന്നില്ല, ഇന്ത്യ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ എന്തുണ്ടക്ക് പറയാ? ഇവർക്ക് അനുകൂലമാണെങ്കിൽ ഇവര് ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി, അല്ലെങ്കിൽ കോടതി, നിയമം, അഭിപ്രായ സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം, ചോയ്സ്, ഇതൊക്കെ തന്നെ ഇവർക്ക് അനുകൂലമാണെങ്കിൽ മാത്രമുള്ളതാ. ഇവർ പിന്തുണക്കുന്ന ഏതെങ്കിലും രാജ്യത്ത് ചോയ്സ്, അതേപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, കോടതി, നിയമം എന്തെങ്കിലും ഉണ്ടോ? ജനാധിപത്യം ഉണ്ടോ? അമേരിക്കയിലെ ജനാധിപത്യത്തിന്റെ മഹത്തായ കാഴ്ചയാണ് ഇതൊക്കെ നമ്മൾ കാണുന്നത്. അമേരിക്കയിലെ സ്വാതന്ത്ര്യമാണ് നമ്മൾ കാണുന്നത്. ഈ പ്രകടനം വിളിച്ചതൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തെയും സ്വാതന്ത്ര്യമാണ്. ഈ പ്രകടനം വിളിക്കുക കാര്യങ്ങളൊക്കെ തന്നെ ഇതൊന്നും തന്നെ ഇവിടെയുള്ള മൗദൂദികളോ സുഡുകളോ പിന്തുണക്കുന്ന ഒരു സ്ഥലത്തുമില്ല. എന്നിട്ട് ഇവന്മാരാ കോടതി അറസ്റ്റ് വാറണ്ട് പ്രഖ്യാപിച്ചിട്ടും അറസ്റ്റ് ചെയ്യില്ല എന്നും പറഞ്ഞ് മോങ്ങി നടക്കുന്നത്. ഇത്തരം സകല ആളുകളോടും പറയാനുള്ളത്, നീതി ആര് ചെയ്താലും അവർക്കൊപ്പം തന്നെയാ സുബോധമുള്ള സകല ആളുകളും നിലകൊള്ളുക. എന്നാൽ ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിയൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജിഹാദികളെ, ആഗോളതലത്തിലുള്ള ജിഹാദികളെ സുഖിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരെയും അതേപോലെ തന്നെ മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിന് നേരെയും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിപ്പിച്ചത്. അല്ലാതെ അതിലൊന്നും യാതൊരു നീതിയുമില്ല എന്നുള്ളത് ഏതൊരു വ്യക്തിക്കും ലളിതമാക്കി തന്നെ മനസ്സിലാക്കാവുന്നത് മാത്രമാണ്.